യേശുവിനോടൊപ്പമുള്ള യാത്ര. കർത്താവിൽ ശക്തിപ്പെടുക. ധ്യാനത്തിനായുള്ള തിരുവചനം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നമ്മുടെ ഭൗതിക മനുഷ്യൻ ക്ഷീണിക്കുമ്പോൾ ആഹാരം നൽകി ശക്തിപ്പെടുത്തുന്നത് പോലെ നമ്മുടെ ആത്മിക മനുഷ്യനെയും കർത്താവിൻ്റെ വചനത്തിലും കർത്താവിൻ്റെ ബലത്തിലും നാം ശക്തിപ്പെടുത്തേണ്ടതാണ്. നാം ആത്മീയ യുദ്ധത്തിൽ ക്രിസ്തുവിൻ്റെ പടയാളികളാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ കൊണ്ടും ദൈവത്തിൻ്റെ സർവായുധവർഗം കൊണ്ടും പിശാചിൻ്റെ തന്ത്രങ്ങളെ നേരിടാൻ നാം എപ്പോഴും തയ്യാറായിരിക്കണം. ഈ പോരാട്ടത്തിനുള്ള ആത്മീയ ശക്തിയും ബലവും ദൈവത്തിൽ ആശ്രയിക്കുന്നതിലൂടെ ലഭിക്കുന്നു. നമ്മുടെ സ്വന്തം പരിശ്രമവും ബലവും കൊണ്ട് സാധ്യമല്ല. കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുമ്പോൾ വിജയം നമുക്കുറപ്പാണ്. ഈ ആത്മീയ ശക്തിയുടെ ഉറവിടം ദൈവമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവനു ബലം വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപയും ദൈവശക്തിയുമാണ് നമ്മെ ജയത്തോടെ ജീവിക്കാൻ സഹായിക്കുന്നത്. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ നാം എങ്ങനെ കർത്താവിൽ ശക്തിപ്പെടും എന്നുകൂടെ നോക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം വാക്യം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമ്മുടെ ബലഹീന നേരങ്ങളിൽ നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ യഹോവയെ കാത്തിരിക്കുക എന്നതാണ് ദൈവശക്തിയിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. 1 ശമൂവേൽ 30-ാം അധ്യായം നാം പഠിക്കുമ്പോൾ ദാവീദ് വലിയ കഷ്ടത്തിലും നഷ്ടത്തിലുമായ ഒരു സംഭവം കാണുവാൻ സാധിക്കും. ശൗലിനെ കാരണം ഓടിപ്പോയ ദാവീദിൻ്റെ സകലതും അമാലേക്യർ അപഹരിച്ച സമയമായിരുന്നു അത്. എന്നാൽ ആ സന്ദർഭത്തിൽ ദാവീദ് എന്തു ചെയ്തു എന്ന് 1 ശമൂവേൽ 30-ാം അധ്യായം 6-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അതിനുശേഷം ദൈവവചനപ്രകാരം യുദ്ധം ചെയ്ത് അമാലേക്യരെ ആക്രമിച്ച് സകലവും വീണ്ടെടുത്തു. കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട് ദൈവശബ്ദം അനുസരിച്ച് ജീവിക്കുന്ന ജീവിതമാണ് വിജയം വരിക്കുന്ന ജീവിതം. ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ദൈവവചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാം. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ ഓരോ ദിനവും കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ട് ജീവിക്കുവാൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന കർത്താവിൻ്റെ വചനം വിശ്വസിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിൽ അനുദിനം ശക്തിപ്പെടാം. ബലവാനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുദിനം ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനും ബലവാനുമായ ദൈവമേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന അങ്ങയുടെ മഹാശക്തിക്കായി
ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ജയിക്കുവാൻ സർവായുധവർഗം ധരിച്ചുകൊണ്ട് എപ്പോഴും ഒരുങ്ങിയിരിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിച്ച് അനുദിനം ബലപ്പെടുത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.